ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഈ ഗ്രാൻസിൻ്റെ സ്കോളർഷിപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്കോളർഷിപ്പും കൂടി ഉണ്ട്, അതിൻ്റെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിരുന്നു. ഇപ്പം അവർ ആ സ്കോളർഷിപ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ജൂലൈ 30 വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കും മിസ് ഔട്ട് പോവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇങ്ങനത്തെ സ്കോളർഷിപ്പും സ്റ്റഡി റിലേറ്റഡ് കണ്ടന്റ്സ് നിങ്ങൾക്ക് മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. 10th പാസ് ഔട്ട് ആയവർക്കും +1 +2 2025-26 പാസ് ഔട്ട് ആയ ആൾക്കാർക്ക് കേന്ദ്ര സർക്കാർ 30,000 രൂപ വരെ കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്കോളർഷിപ്പ്. നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ കുറച്ച് പേർക്ക് ഇതിനെപ്പറ്റി അറിയുള്ളൂ. ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും ഇത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അതിൽ കൂടുതൽ വീഡിയോസ് തന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. കേരളത്തിൽ അങ്ങനെ അധികം പേർക്ക് കേട്ടറിവില്ല. പക്ഷേ ഈ സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. എല്ലാവർക്കും ഇത് എലിജിബിൾ അല്ല. അതുപോലെ തന്നെ നമ്മൾ ഇത് കിട്ടാനായിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടാനും ചാൻസ് കൂടുതലാണ്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യും. പക്ഷേ ചില സ്ഥലത്ത് ചില ഏരിയാസിൽ ഇപ്പോൾ ചില വില്ലേജ് ഏരിയാസ് അങ്ങനെ ഇങ്ങനെ അവിടെ നിന്നുള്ള സ്റ്റുഡൻസിന് ചെറിയ എക്സ്ട്രാ പരിഗണന ഉണ്ടാകും. അതായത് ഇത് അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് കിട്ടൂല. പക്ഷേ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് 30,000 രൂപ സ്കോളർഷിപ്പ് കിട്ടും. സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത് ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കണേന്ന് ഞാൻ കാണിച്ചത്. എങ്ങനെയാണ് നോക്കണേന്ന് വെച്ചാൽ ഞാനിപ്പോൾ ക്രോമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് യൂസ് ചെയ്യുക. അതിനകത്ത് നമ്മൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്കോളർഷിപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ വരും. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണാൻ പറ്റും. 65% മാർക്ക് വേണം. അതുപോലെ തന്നെ 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം ആനുവൽ ഇൻകം. അതുതന്നെ നമുക്ക് കിട്ടണത് 1 ടൈം സ്കോളർഷിപ്പാണ് 30,000. അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 31 ആട്ടോ. ഞാൻ വീഡിയോയിൽ പറഞ്ഞത് 30 ആണെന്ന് തോന്നുന്നുണ്ട്. മിസ്റ്റേക്ക് ആയതാട്ടോ, സോറി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കൊടുക്കുക. കേന്ദ്ര സർക്കാർ കുറേ സ്കോളർഷിപ്പ് സ്റ്റുഡൻസിന് തന്നെ കുറേ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അധികം പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ്. അതിന് നിങ്ങൾ എലിജിബിൾ ആണോ എന്നറിയാൻ എൻ്റെ വീഡിയോസിൽ പോയി നോക്കിയാൽ മതി. അതിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യും. ഓൾമോസ്റ്റ് നമ്മൾ എലിജിബിൾ ആണെന്ന് പറഞ്ഞാൽ അതിനകത്ത് അവർ കൊടുക്കുന്ന ക്രൈറ്റീരിയയിൽ മൊത്തം നമ്മൾ എലിജിബിൾ ആവണമെന്നില്ല. ഒരു 10% ഒക്കെ നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ കൂടെ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് അങ്ങനെ നഷ്ടമില്ലല്ലോ, കിട്ടി പോയാൽ പോയി. അപ്പം എന്തായാലും അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 13 ആണ്. അപ്പം എല്ലാവരും മറക്കാണ്ട് അപ്ലൈ ചെയ്യുക. വീഡിയോ ഇത്രയുള്ളൂ. ഇനി ഞാൻ സ്കോളർഷിപ്പ് റിലേറ്റഡ് കണ്ടന്റ്സ് ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മിസ് ഔട്ട് ആവാണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ തരും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.